എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം എൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 24-ഉം 26-ഉം വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അതിനൊരു തലക്കെട്ട് കൊടുക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി കടന്നു വന്നു. അത് നടുക്കടലിൽ വെച്ചിട്ടായിരുന്നു. ആ നടുക്കടലിൽ വെച്ച് വലിയ ഓളം അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനിടയായി തീർന്നപ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ തിരുവെഴുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വലിയൊരു ഓളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പിന്നീട് നമ്മൾ വായിക്കുന്നത് ദൈവം അവർക്ക് വലിയൊരു ശാന്തത വരുത്തുവാനായിട്ടിടയായി. അപ്പോൾ വലിയ ഓളം ഉണ്ടായ ഒരു വലിയ ശാന്തത ഉണ്ടാകും. ദൈവമുള്ളവരുടെ ജീവിതത്തിൽ അപ്രകാരമുള്ളൊരു അനുഗ്രഹമാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പലപ്പോഴും വളരെ ശാന്തസുന്ദരമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കണക്കൂട്ടിയതുപോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവിചാരിതമായി വലിയ പ്രതിസന്ധികൾ പലരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനായിട്ടിടയായിത്തീരും. എൻ്റെയും നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവർ ഇന്നും ആ പ്രതിസന്ധി അനുഭവിച്ചു പോരുകയാണ്. ആ സമയത്ത് പലരും വളരെ ഭയപ്പെട്ട് വളരെ തളർന്നു പോയി വലിയ നിരാശയിലേക്ക് പോകുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. ഇനി എന്തായി തീരും, എങ്ങനെ ഇതിൽ നിന്നൊരു മാറ്റം വരും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് അനേകരും മദ്യപാനത്തിലേക്കും മറ്റു പല നിലകളിലേക്കും അവരുടെ ജീവിതത്തെ തകർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അത് ആരുടെയും ഒരു സഹായം ലഭിക്കുവാനോ എത്തുവാനോ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ വരുത്തുവാനിടയായി തീരുക? ഒരു കാര്യങ്ങൾ കൊണ്ടും ഇതിൽ നിന്നൊരു മാറ്റം വരുവാൻ, ഒരു രക്ഷ വരുവാൻ, ഒരു ആശ്വാസം വരുവാൻ, ഒരു സമാധാനം ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രത്യേകമായ സാഹചര്യങ്ങൾ മാനുഷികമായി ഒന്നും പ്രതീക്ഷിക്കാൻ ഇനിയില്ല. ഇനി ദൈവത്തിൻ്റെത് മാത്രമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം പ്രശംസിക്കുക. എന്നാൽ മറ്റു പല പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ ഈ പ്രതിസന്ധി കണ്ട് തളർന്നു പോകുവാനിടയായി തീർന്ന പലരും ഉണ്ടാകും. അതുപോലെ തന്നെ പ്രാർത്ഥന നിർത്തിയ അനേകരെ കാണുവാനായിട്ട് കഴിയും. ഉള്ള വിശ്വാസം ഉള്ളതും നഷ്ടപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരുടെ പടകിൽ സ്തോത്രം, യേശു കർത്താവും ശിഷ്യന്മാരും ആ പടകിൽ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യം പെട്ടെന്ന് ആ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ആ കൊടുങ്കാറ്റ് അവരെ മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷം ചേർത്ത് വെച്ച് നമുക്ക് നോക്കിയാൽ അവരെ പ്രാണഭയത്തിലാകുവാനിടയായി തീർന്നു. അതായത് അവർ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. അവർ വലിയ നിലവിളിയിൽ അവർ വിളിച്ച് ഉറക്കെ കരയുകയാണ്. ഇനി അവർ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഏതെങ്കിലും നിലയിൽ ഒരു സഹായത്തിന് എത്താൻ സാധ്യത കുറവാ. ഏതെങ്കിലും ഒരു പടക് അപ്പുറത്തുണ്ടെങ്കിലും എത്തിച്ചേർന്ന് രക്ഷിക്കുവാൻ കഴിയില്ല. അവരും ഈ പ്രതിസന്ധിയിലായിരിക്കുക. കാരണം വലിയ കൊടുങ്കാറ്റ് ആ കടലിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഒരു നിലയിലും ഒരു സഹായം ലഭിക്കാത്ത നിലയിലേക്ക് ആയിത്തീർന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാരിൽ കൂടുതൽ പേരും മുക്കുവന്മാരായിരുന്നു. മുക്കുവന്മാർക്ക് കാലാവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കഴിയും. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളും തെറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അക്കരയ്ക്ക് എത്തിച്ചേരേണ്ടതിന് പകരം ഈ നടുക്കടലിൽ എല്ലാം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുവാനായിട്ടിടയായി. അങ്ങനെ പലരുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രതിസന്ധികൾ ആഞ്ഞടിച്ച് കടന്നു വരുമ്പോൾ, ആ പടക് മുങ്ങുവാൻ തക്കവണ്ണം പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ, ഉറക്കെ നിലവിളിച്ചപ്പോൾ, പലരുടെ നിലവിളിച്ച് നിരാശയിലും തകർന്നു പോയ നിലവിളിയുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത നിലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ യേശുക്രിസ്തു ആ അമരത്ത് ഉറങ്ങുകയായിരുന്ന യേശുക്രിസ്തുവിനെ ആ ശിഷ്യന്മാർ വിളിച്ചുണർത്തുവാനിടയായി തീർന്നു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകുവാൻ പറഞ്ഞു.
കാറ്റ് നിൽക്കുവാനായിട്ടിടയായി. കാറ്റിനെ ശാന്തത വരുത്തി, കടലിനെ ശാന്തത വരുത്തി. ആ പടക് വലിയൊരു ശാന്തതയിലേക്ക് കൈവരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയും. അത് നാം ഓരോരുത്തരും വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീരണം. പ്രതിസന്ധികൾ നമ്മൾ കണക്ക് കൂട്ടുന്ന സാഹചര്യം സാഹചര്യത്തിലല്ല പ്രതിസന്ധികൾ വരുന്നത്. പെട്ടെന്ന് സ്ഥിതികൾക്ക് മാറ്റം വരികയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലർക്ക് കടക്കെണികളായിരിക്കാം, ചിലർക്ക് മറ്റ് കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ തലമുറകളോടുള്ള ബന്ധത്തിലായിരിക്കാം. അങ്ങനെ പ്രതിസന്ധികൾ പെട്ടെന്ന് ആഞ്ഞടിക്കും. ഒരു പരിഹാരവും വരാത്ത സാഹചര്യങ്ങൾ, ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ പറ്റാത്ത നിലകളിലേക്ക് കാര്യങ്ങൾ കൈവിടപ്പെട്ടുവെന്ന സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയ സന്ദേശമുണ്ട്. ആ പടകിൽ കർത്താവുള്ളത് അവർക്ക് തുണയായി. അമരത്ത് അവൻ ഉണ്ടായിരുന്നത് അവർക്ക് ഗുണകരമായി തീർന്നു. നമുക്കറിയാം, ഒരു പടകിന്റെ ഏറ്റവും ബലഹീനമായ സ്ഥലം എന്ന് പറയുന്നത് അമരമാണ്. ആ പടക് ആദ്യം തകരുന്നുവെങ്കിൽ ആദ്യം തകരുന്നത് അമരമായിരിക്കും. ആ അമരത്തിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ഉറപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്നെയും നമുക്ക് ശ്രദ്ധിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇടയായി തീരേണ്ടത് യേശു ക്രിസ്തു ഉള്ള പടകും ഇപ്രകാരമായി തീരുമോ എന്ന് നമ്മൾ പലരും ചോദിക്കുവാനിടയായി തീരും. ഈ പ്രതിസന്ധി ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവരാ, എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ട്, ഇനിയും ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചിലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം പറയുക, പ്രതിസന്ധികൾ ഉണ്ടാകും, അത് നിന്നെ തകർത്ത് കളയുവാനല്ല, ദൈവഹിതത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ നടത്തുവാനായിട്ടുള്ള പ്രത്യേകമായ ദൈവിക പരിപാടികളാണ് അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ശിഷ്യന്മാരെ നിലവിളിച്ച് കർത്താവിനോട് ചില കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. അത് പ്രാർത്ഥനയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ഗുണനിലവാരവും അതിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. നിനക്ക് വിചാരമില്ലയോ എന്നാണ് പറഞ്ഞത്. ഇവരെ നിലവിളി കേട്ട് ഉണർന്നപ്പോൾ യേശു ശിഷ്യന്മാരെ ശാസിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി തീരണം. അതുപോലെ തന്നെ വിശ്വാസമുള്ളവരായി തീരണം. ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു? നിങ്ങൾ എന്തിനു ഭീരുക്കളായി തീർന്നു? മാനുഷികമായി സകലരും ഭയപ്പെടുവാനൊക്കെ ഇടയായിത്തീരും. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അടുത്ത ഒരു തലമുണ്ട്. നാം ആരാണ്? നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണ്? ദൈവമുള്ളവന്റെ ഒരു ജീവിതത്തിൽ നാം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ നശിപ്പിക്കുവാനോ തകർത്ത് കളയുവാനോ അല്ല ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകണം. ശിഷ്യന്മാര് വിശ്വസിക്കേണ്ടത് ഇപ്രകാരമായിരുന്നു: ഈ പടകിൽ യേശു കർത്താവ് ഉള്ളത് കൊണ്ട് ഈ പടകും ഞങ്ങളും നശിച്ചു പോകാൻ ഇടയാകത്തില്ല എന്ന് വിശ്വസിക്കേണ്ട ശിഷ്യന്മാരെ അല്പവിശ്വാസികളായി മാറുവാനിടയായി. ആ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോ സ്വത്രം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ഗുണനിലവാരമുള്ള പ്രാർത്ഥനയായിരിക്കണം. അതുപോലെ തന്നെ വിശ്വാസമുള്ളവരായി തീരണം. നമുക്ക് ദാനിയേലിന്റെ കൂട്ടുകാരന്മാരെ തീച്ചുളയിലേക്ക് വലിച്ചെറിയാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാണ്, ഇല്ല എങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ വണങ്ങുകയില്ല എന്ന് പറഞ്ഞ് അവർ വിശ്വാസം ഏറ്റുപറയുവാനിടയായി തീർന്നു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനേകരുടെ വിശ്വാസത്തെ കണ്ട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാരെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഉള്ള ഒരുവനെ കണ്ട് അവനിൽ വിശ്വാസമൊന്നും എന്ന് കണ്ട് അവരെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. വിശ്വാസം ഏറ്റുപറയുവാനിടയാകണം. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായ ഒരു കാര്യമാണ്. ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടല്ലോ,
ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുവാനിടയാകണം. വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനിടയാകണം. നമ്മുടെ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമായി തീരണം. പ്രതിസന്ധികളിൽ ഉണ്ടാകേണ്ടതായ ഏറ്റവും വലിയ ഗുണമാണ് രണ്ടാമത്തെ ഗുണം. ഒന്നാമത്തെ ഗുണം ഞാൻ അവസാനം പറയുവാനായിട്ടിടയാകും. ഇപ്പൊ രക്ഷിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. 2, പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി തീരണം. അവര് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ല. എങ്ങനെയാണോ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് നമുക്കിടയായി തീരണം. നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നിശ്ചയമായും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്കറിയാം, യഹൂദന്മാരെ പ്രാർത്ഥിച്ചിരുന്നത് അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. സ്വർഗീയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മറ്റു പല നിലകളിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു മാത്രം പ്രാർത്ഥിച്ച ഒരു പ്രത്യേകതയാണ്, ആ വിളി കേട്ടപ്പോൾ ആ പ്രാർത്ഥനയുടെ ആരോടാണ് പ്രാർത്ഥിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇസ്രായേൽക്കാർ യഹൂദന്മാരെ പ്രാർത്ഥിച്ചതുപോലെയല്ല യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. അവൻ വിളിക്കുന്നത് ഈ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുവാനിടയായി തീരുന്നത്. നമുക്കും ഇന്ന് പ്രാർത്ഥിക്കുവാന് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്കവിടെ വ്യക്തമായി ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ നമുക്കൊരു മുൻകുറി, നമുക്കൊരു മാതൃകയാണ്. അവരാരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്, യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി തീരണം. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി തീരണം. നന്മ നിറഞ്ഞവനായ ഒരു ദൈവം, പരിശുദ്ധനായ ദൈവം, അത് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. അവ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തെ പറയുന്നത് അത്ഭുത മന്ത്രി എന്നാണ്. വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യ പിതാവ്, ഇങ്ങനെ കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെ നാം വിശ്വാസം ഏറ്റുപറയുവാനിടയാകണം. വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനിടയാകണം. സുബോധത്തോടെ പ്രാർത്ഥിക്കുവാനിടയാകണം. അവിടെ ഒരു കാര്യം നമുക്ക് കർത്താവ് ചെയ്തത് കാണുവാനിടയായി തീർന്നു. ഈ പ്രശ്നങ്ങൾ, ഈ പടക് മുങ്ങുവാൻ തക്കവണ്ണം, ജീവൻ നഷ്ടപ്പെടുവാൻ കാരണം ഈ വലിയ കൊടുങ്കാറ്റാണെന്ന് കർത്താവിന് മനസ്സിലാക്കുവാനിടയായി. അതുകൊണ്ടാണ് തിരമാലകൾ അവരുടെ പടകിൽ അടിച്ച് കയറുവാനിടയാകുന്നത്. വെള്ളം നിറയുവാനിടയായി തീർന്നതിന്റെ കാരണം കൊടുങ്കാറ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൊടുങ്കാറ്റിനെ കർത്താവ് ശാസിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കാരണം എന്തെന്ന് നമുക്കറിയാൻ ഇടയാകത്തില്ല. പല സാഹചര്യം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മുടെ തീരുമാനമെടുത്തതിലെ മണ്ടത്തരമായിരിക്കും. മറ്റു പല നിലകളിലായിരിക്കാം. ചിലപ്പോൾ അന്ധകാര ശക്തികളുടെ മറ്റു പദ്ധതികളൊക്കെ ആയിരിക്കാം. ഏതിലാണ് കാരണം അറിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പാദപീഠത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവമുള്ളവനായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നിശ്ചയമായി കാരണമറിയുന്നവൻ, ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ടിടയാകും. ഇന്ന് ചെയ്യുവാൻ മതിയായവനാണ്. നാളെ ചെയ്യുവാൻ അവൻ മതിയായവനാണ്. രാവിലെ തോറും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പുതിയത് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ, സുബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇത് രണ്ടാമത്തേതാണ്, വിശ്വാസമുള്ളവരായി തീരണം. മൂന്നാമത്തേത് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഒന്നാമത്തേത് ഞാൻ പറയാൻ പോവുകയാണ്. ആ പടകിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ആ പടകിന്റെ അമരത്ത് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നടുക്കടലിൽ എല്ലാവരും
പട്ടുപോകേണ്ട സ്ഥാനത്ത്, എല്ലാവരും ആ കടലിൽ അവസാനിക്കേണ്ട സ്ഥാനത്ത് അവരുടെ യാത്രയുടെ പദ്ധതികളും യാത്രാ ഉദ്ദേശങ്ങളും യാത്രകളും ഒക്കെ അവസാനത്തിലേക്ക് വന്ന സാഹചര്യം, അവർക്ക് ഇനി കുടുംബവും കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളും അവരുടെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം മുന്നിൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ തുണയായത്, അധികം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നത്, അവരുടെ യാത്രയ്ക്ക് തടസ്സം മാറിക്കിട്ടിയത്, അവരുടെ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് വലിയ സന്തോഷം അലയടിക്കുവാനിടയായി തീർന്നത് ആ നടുക്കടലിൽ, ആ പടകിൽ, ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ പടകിൽ കർത്താവ് ഉണ്ടായിരുന്നു. അതിന്റെ അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒന്നാമത്തേതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വാഴുവാനായിട്ടിടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഒന്നാമത്തേത് ഉണ്ടാകേണ്ടത്. ആ പടകിൽ കർത്താവ് ഉള്ളത് കൊണ്ട് അവര് അല്പവിശ്വാസികളായിരുന്നു. അവര് ശരിയായ പ്രാർത്ഥിക്കാൻ കഴിയാത്തവരായിരുന്നു. അവരെന്തൊക്കെയോ പറയുവാനിടയായി തീർന്നു. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി അല്ല, പ്രാർത്ഥന തെറ്റായ നിലയിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. വിശ്വാസം എന്നതോ അവരുടെ 7 ലക്കത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം അസ്തമിച്ച സ്ഥാനത്ത് അവരെ ജീവിതത്തെ കൊണ്ടുവരുവാനിടയായി തീർന്നത്, ഒരു കാര്യം മനസ്സിലാക്കുവാനിടയാകണം, ആ പടകിന്റെ അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അത്ഭുതകരമായി വിടുതൽ അനുഭവിക്കാനിടയായി തീർന്നു. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത് കർത്താവ് വാഴുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വാഴുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആപത്ത് കാലങ്ങളിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വാഴുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് മാത്രം അവകാശം പറഞ്ഞിരിക്കുന്ന കാര്യമാ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. ആ കർത്താവ് വസിക്കുവാൻ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റുപറയാം. ആ പാപങ്ങളെ ക്ഷമിച്ച് രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് ആ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ ആ ദൈവം വാഴുവാനായിട്ട് ഇടയായിത്തീരും. ജീവിതമാകുന്ന പടകിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുവാനിടയായിത്തീരാം. കർത്താവിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അവിടുന്ന് എന്നിൽ വാഴണമേ, അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാൻ കൃപ തരണമേ. നിന്റെ ജീവിതം, നമ്മൾ പറയലോ, ഇൻഷുറൻസ് ചെയ്യപ്പെട്ട ഒരു ജീവിതമായി അപകടങ്ങളിൽ, ആപത്തുകളിൽ, പ്രശ്നങ്ങളിൽ നടുവിൽ രക്ഷിക്കുന്ന ദൈവമാണ്. നിനക്ക് ഭയപ്പെടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകി തരുവാനിടയാകും. എത്രയും വലിയ പ്രതിസന്ധികൾ കടന്നു വന്നുകൊള്ളട്ടെ, സ്വത്ര ദൈവമുള്ളവന് അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട്. അവനാണ് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അവന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വ്യത്യാസങ്ങൾ, പ്രതിസന്ധികളുമേ കർത്താവ് നൽകി തരുവാനിടയാകും. കർത്താവിനോട് ഹൃദയം കൊടുക്കും. വിശ്വാസത്തിൽ ശക്തിപ്പെടുമോ? പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി തീരുവാനിടയാകും. പ്രൈസലോ, ഒന്നും വേണ്ട, കർത്താവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. പ്രൈസലോ, അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാനിടയാകും. പ്രൈസലോ, ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രതിസന്ധി, ഇന്ന് നേരിടുന്ന പ്രതിസന്ധി, നിന്റെ വീടിന്റെ അകത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധി, പ്രൈസലോ, ഹല്ലേലൂയ, നീ മുഖാന്തരം ഒരു വ്യത്യാസം വരുവാനിടയാകും. നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകാനിടയാകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ, ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ